ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ കൺവല്യൂഷൻ എന്നുള്ള ടോപ്പിക്ക് ഒരു എക്സാം ഓറിയന്റഡ് വീഡിയോ ആണ്. അപ്പോൾ കൺവല്യൂഷൻ നിന്ന് നോർമലി ചോദിക്കുന്ന എല്ലാ ഏരിയസിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മോഡ്യൂൾ 1 to 5 എല്ലാ ടോപ്പിക്സിലും നമുക്ക് കൺവല്യൂഷൻ എന്ന ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലാണെങ്കിൽ കൺവല്യൂഷൻ പ്രോപ്പർട്ടീസ്, അതുപോലെ അതിൻ്റെ പ്രോബ്ലംസ്, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, കൺവല്യൂഷൻ ഇൻ്റഗ്രൽ, അത് ഇക്വേഷൻ യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഗ്രാഫിക്കൽ മെത്തേഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും, പിന്നെ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ, അതും ഗ്രാഫിക്കൽ മെത്തേഡും, വേറൊരു സെക്കൻഡ് മെത്തേഡ് മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ ഇത് മോഡ്യൂൾ 1 നിന്ന് ആ കൺവല്യൂഷൻ ഏരിയയിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കൺവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഓപ്പറേഷനാണ്. സിഗ്നൽസിൻ്റെ കേസിൽ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ CT സിസ്റ്റത്തിൻ്റെ കേസിൽ ഇൻപുട്ട് എക്സ് ഓഫ് ടിയും ഔട്ട്പുട്ട് വൈ ഓഫ് ടിയും നമ്മൾ കൊടുക്കുന്ന ഡെൽറ്റ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ എച്ച് ഓഫ് ടി എന്ന് പറയും. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ ഏതൊരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ കൺവല്യൂഷൻ ഓപ്പറേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ടൈമിലും ഡിഫറെൻറ്റ് ഇൻപുട്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കേസിൽ ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ എക്സ് ടിക്ക് ഡെൽറ്റ ടി കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് റെസ്പോൺസ് ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ എച്ച് ഓഫ് ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ കേസിൽ. അപ്പം നമുക്ക് ഈ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റവും അതുപോലെ ഇൻപുട്ട് അറിയാമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓപ്പറേഷനാണ് നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഓഫ് ടി ഔട്ട്പുട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്ന് പറയും. ഓക്കെ, ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഹെൽപ്പോടുകൂടി ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ റിലേഷൻ വരുന്നത്. ഇപ്പോൾ ഇത് CTയുടെ കേസാണ്. DTയുടെ കേസ് വരുമ്പോഴത്തേക്ക് ചേഞ്ച് വരുന്നത് ആ ഇൻപുട്ടിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ഉണ്ട്, ഇൻപുട്ടിലേക്ക് എക്സ് ഓഫ് എൻ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? വൈ ഓഫ് എൻ ആയിരിക്കും. ഇതിൻ്റെ കേസിലും നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു ഡെൽറ്റ എൻ, അതിന് പറയുന്നതാണ് ഇമ്പൾസ് ഇൻപുട്ട് എന്ന് പറയും. ഇമ്പൾസ് ഇൻപുട്ട് എന്ന് പറയും. അപ്പോൾ ആ ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് വൈ ഓഫ് എൻ ആയിരിക്കത്തില്ല, എച്ച് ഓഫ് എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ എച്ച് ഓഫ് എന്നാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിലും ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും ഇമ്പൾസ് റെസ്പോൺസുള്ള റിലേഷൻ തരുന്നത് ഈ കൺവല്യൂഷൻ ഓപ്പറേഷനാണ്. അപ്പോൾ DTയുടെ കേസ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്ന ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ആയിരിക്കും. ഇതാണ് ഒരു DT സിസ്റ്റത്തിൻ്റെ കേസിലും CT സിസ്റ്റത്തിൻ്റെ കേസിലും കൺവല്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കൺവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിച്ച് എക്സ്പ്രസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഓഫ് ആൻ LTI സിസ്റ്റം. ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ തരുന്ന ഒരു ഓപ്പറേഷനാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ LTI സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീനിയാരിറ്റിയും ടൈം ഇൻവേരിയൻസ് രണ്ടും ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ LTI സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഫാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ ഫാനിനാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ നമ്മൾ പല ഈ റെഗുലേറ്ററിൻ്റെ പൊസിഷൻസിലിടും. ഇപ്പോൾ 2 ഇട്ട് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ RPM-ലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 3 ഇട്ട് കഴിഞ്ഞാൽ വേറൊരു പർട്ടിക്കുലർ സ്പീഡിലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് എന്താണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ആൻ LTI സിസ്റ്റമാണ്. മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിൽ വർക്ക് ചെയ്താലും എന്തായിരിക്കണം? അതിൻ്റെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കണം. ഏത് ടൈമിൽ വർക്ക് ചെയ്താലും അതിൻ്റെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് നമുക്ക് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ടൂള്. DT വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോമാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ടൂൾ. അപ്പം ഈ ഒരു കൺവല്യൂഷൻ എന്ന ടോപ്പിക്ക് നമ്മളെ സിലബസിൽ ഏത് മോഡ്യൂളിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മോഡ്യൂൾ 1 ഈ കൺവല്യൂഷൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ്, അതുപോലെ ലീനിയർ കൺവല്യൂഷനെല്ലാം നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രാഫിക്കലി സ്കെച്ച് ചെയ്തും പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബിടെക് മെഡിസി ചാനലിൽ കൺവല്യൂഷന് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അറൗണ്ട് 20+ വീഡിയോസ് അപ്ലോഡഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം, ഒന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും.
ഇനി സെക്കൻഡ് മോഡ്യൂളിലും കൺവല്യൂഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ട്. ലാപ്ലാസ് ട്രാൻസ്ഫോമിനകത്ത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി വരും. അതിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെയും ഫോറിയർ ട്രാൻസ്ഫോമിന്റെയും നമുക്ക് അനാലിസിസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സ്ഥിരം എക്സാംസിന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൺവല്യൂഷൻ അല്ലെങ്കിൽ കൺവല്യൂഷൻ ചിലപ്പം നെയിം പറയത്തില്ല, പകരം ഔട്ട്പുട്ട് എന്ന് പറയും. ഫൈൻഡ് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ദ റെസ്പോൺസ്, ഇങ്ങനെയൊക്കെ ടേംസ് ആയിരിക്കും തരുന്നത്. ഇതെല്ലാം മീൻ ചെയ്യുന്നത് കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ചില ക്വസ്റ്റിനകത്ത് ഫൈൻഡ് ദ കൺവല്യൂഷൻ ഡയറക്റ്റ് പറയത്തില്ല, അല്ലെങ്കിൽ അതിന് പകരം എന്ത് പറയും, ഫൈൻഡ് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ദ റെസ്പോൺസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, കൺവല്യൂഷൻ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം മോഡ്യൂൾ 3ലും എന്ത് വരാം, ഈ കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വരാം. അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കേസിൽ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കൺവല്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണല്ലോ, അപ്പോൾ അതിന്റെ അനാലിസിസ് ആണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആണ്. ജസ്റ്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ്. ഇപ്പം മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് മോഡ്യൂൾ 3ൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോം ഇത് വെച്ചിട്ടുള്ള അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിയുമ്പോഴും നമ്മളിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇമ്പൾസ് റെസ്പോൺസിൻ്റെ റിലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ക്വസ്റ്റിനകത്താണെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് തരും, എക്സ് ഓഫ് ടി തരും. ഇപ്പോൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കേസിൽ എക്സ് ഓഫ് ടി തരും, അല്ലെങ്കിൽ എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും തരും. എന്നിട്ട് പറയും ഫൈൻഡ് ദ കൺവല്യൂഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ദ റെസ്പോൺസ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈൻഡ് വൈ ഓഫ് ടി. ഇങ്ങനെ ഏത് വേണമെങ്കിലും ചോദിച്ചാലും എൻ്റെ മീനിങ് എന്താണ്, കൺവല്യൂഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിന് കൺവല്യൂഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ഇപ്പോൾ രണ്ട് സൈഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ഇപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുക, ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം. നോർമലി റെസ്പോൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ യൂണിവേഴ്സൽ ട്രാൻസ്ഫോമായ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് വൈ ഓഫ് ടി ബിക്കംസ് വൈ ഓഫ് എസ് ആവും, ഈക്വൽ ടു എക്സ് ഓഫ് ടി ബിക്കം എക്സ് ഓഫ് എസ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, കൺവല്യൂഷൻ ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ ആവും, എച്ച് ഓഫ് ടി ബിക്കംസ് എച്ച് ഓഫ് എസ് ആവും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് എന്തിലേക്ക് കിട്ടും, അതിൻ്റെ എസ് ഡൊമെയിനിലേക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വൈ ഓഫ് ടി കിട്ടും. അത് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ എഫക്റ്റ് ഇതിൻ്റെ കൺവല്യൂഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എങ്ങനെ വരാം, നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും തരും, ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസും ഔട്ട്പുട്ടും നിന്നിട്ട് ഇൻപുട്ട് ഫൈൻഡ് ഔട്ട് ചോദിക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ മോഡ്യൂൾ 3 ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. ഇനി അടുത്ത മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ എന്ത് വയ്ക്കാൻ, DTFT യൂസ് ചെയ്ത് കൺവല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീൻ്റെ പ്രൂഫ് അനാലിസിസിനകത്തും എന്ത് വരും, നമ്മളുടെ കൺവല്യൂഷൻ വരും. അപ്പോൾ അവിടെ DTFT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ DT സിസ്റ്റത്തിൻ്റെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ കേസിലും അതായത് മോഡ്യൂൾ 4ലും എന്ത് വരും, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അവിടെയും ഇതുപോലെ കൺവല്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ചോദിക്കാം. അപ്പോൾ യൂസിങ് ഏത് ടൂളാണെന്ന് നോക്കുക, നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കും. ഇപ്പോൾ DTFT എന്നായിരിക്കും മോഡ്യൂൾ 4ൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ DTFT ഫൈൻഡ് ഔട്ട് ചെയ്യണം. വൈ ഓഫ് എൻ്റെത് വൈ ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് എൻ്റെ എക്സ് ഇ റൈസ് ടു ജെ ഒമേഗ, കൺവല്യൂഷൻ ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ ആവും, എച്ച് ഓഫ് എൻ ബിക്കംസ് എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വൈ ഓഫ് എൻ കിട്ടും. ഇവിടെ വൈ ഓഫ് ടി ആണ്, അത് സി ടി ആയതുകൊണ്ടാണ്. ഇതിൻ്റെ കേസിൽ വൈ ഓഫ് എൻ ആണ്, എന്തായതുകൊണ്ടാണ്, അത് DT സിസ്റ്റം ആയതുകൊണ്ടാണ്. ഇതിൻ്റെ കേസിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻപുട്ടും ഇമ്പൾസ് റെസ്പോൺസ് എന്നിട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് ഔട്ട്പുട്ട് എന്നിട്ട് ഇൻപുട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ട് എന്നിട്ട് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഇതെല്ലാം ഈ സെയിം റിലേഷൻ ആണ്. ഓക്കെ, ഇവിടെ ഇമ്പൾസ് റെസ്പോൺസ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതാം, എച്ച് ഇ റൈസ് ടു ജെ ഒമേഗ ഈക്വൽസ് എന്തൊരു വൈ ഇ റൈസ് ടു ജെ ഒമേഗ ഡിവൈഡ് ബൈ എക്സ് ഇ റൈസ് ടു ജെ ഒമേഗ. ഓക്കെ, അപ്പം എന്ത് കിട്ടും, ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ടേം കിട്ടും. അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എച്ച് ഓഫ് എൻ കിട്ടും. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മോഡ്യൂൾ 4ലും DTFT യൂസ് ചെയ്ത് കൺവല്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് മോഡ്യൂളിൽ ഇസഡ് ട്രാൻസ്ഫോം ആയിരുന്നത്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിൽ ഇതുപോലെ കൺവല്യൂഷൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം, അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് ചോദിക്കാം, അനാലിസിസിനകത്തും എന്ത് ചോദിക്കാം, ഈ കൺവല്യൂഷൻ
കൺവല്യൂഷൻ ചോദിക്കാം. അപ്പോൾ ഇവിടെ മോഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് എന്ത് മാത്രം വരുന്നേ ഉള്ളൂ, ഇവിടെ നമ്മൾ DTFT യൂസ് ചെയ്ത് വരാം. മോഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് നമ്മൾ Z ട്രാൻസ്ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, y of n becomes y of z equal to x of n becomes x of z into h of n becomes h of z. അപ്പോൾ ഇതിൻ്റെ y of z ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും y of n കിട്ടും, വിച്ച് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ കൺവല്യൂഷൻ ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ എന്ത് പറയാം, ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയാം. ഈ സെയിം കേസ് തന്നെ ഏതെങ്കിലും 2 പാരാമീറ്റർ തന്നിട്ട് അതർ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ചോദിക്കാം. അപ്പോൾ ഈ കൺവല്യൂഷൻ നമ്മളിപ്പോൾ ഏത് മോഡ്യൂൾ എടുത്താലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് കൺവല്യൂഷനിൽ നിന്ന് വേരിയസ് മോഡ്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് KTU മെയ് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ. അതിൽ 1C an LTI system is characterized by impulse response h of n, find the system response for the input x of n. ഇത് എന്താണ്, ഒരു കൺവല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രീറ്റ് കൺവല്യൂഷനകത്ത് വരുന്നതാണ്. ഇതിൻ്റെ കേസിൽ x of n ഉം h of n തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് y of n ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. 7 മാർക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 2C an LTI system has an impulse response h of n, find the output of the system for the input x of n. അതും 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് കൺവല്യൂഷനായിട്ട് റിലേറ്റഡ് ആണ്. ഇതിൻ്റെ കേസിൽ h of n ഉം x of n തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സീക്വൻഷ്യൽ ഫോമിലായിരുന്നു, ഇതിപ്പോൾ ഫംഗ്ഷണൽ ഫോമിൽ വന്നിരിക്കുന്നത്. അതും എന്ത് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്, കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 7 മാർക്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി സെയിം ക്വസ്റ്റ്യനിൽ 4C അതായത് നമ്മളുടെ പാർട്ട് ബിയിൽ an LTI system is characterized with the transfer function h of s തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം ടു ദ ഗിവൺ ഇൻപുട്ട് x of t. ഇതിൻ്റെ കേസിൽ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, നമുക്ക് റെസ്പോൺസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് y of t ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒന്ന് x of t തന്നിട്ടുണ്ട്, സെക്കൻഡ് h of s ആണിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇതിൻ്റെ കേസിൽ x of t-ൻ്റെത് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, x of s ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം y of s ഉം h of s ഉം x of s ഉള്ള റിലേഷൻ അറിയാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ y of t ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അത് 5 മാർക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യനകത്ത് അതായത് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം ക്വസ്റ്റ്യനിൽ 6A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ an LTI system has an impulse response h of t എന്നിട്ടുണ്ട്. Using Fourier transform, find frequency response of the system, output of the system for given input x of t equals 3 raised to minus t u of t. ഇത് ഫോറിയർ ട്രാൻസ്ഫോമിൽ നിന്ന് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്, നമ്മളുടെ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്, h of t എന്നിട്ടുണ്ട്, x of t എന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം y of t എന്ന് വെച്ച് കഴിഞ്ഞാൽ h of t കൺവല്യൂഷൻ x of t ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ h of t-ന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുക, x of t-ന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, y e raised to j omega കിട്ടും. y e raised to omega ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് we will get the output of the system. അത് 7 മാർക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് എന്ത് തന്നെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൺവല്യൂഷൻ തന്നെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈ സെയിം ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് 8C എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ പാർട്ട് C ആണ്. അതിനകത്തും a stable LTI system produces an output y of n തന്നിട്ടുണ്ട്, and input x of n തന്നിട്ടുണ്ട്. യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം അതിൻ്റെ കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ a stable LTI system produces an output y of n തന്നിട്ടുണ്ട് for an excitation x of n. യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും അതുപോലെ ഡിഫറൻസ് ഇക്വേഷൻ റിലേറ്റിംഗ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടും ഇതും നമ്മളുടെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ആ റിലേഷൻ യൂസ് ചെയ്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് അതുപോലെ ഇമ്പൾസ് റെസ്പോൺസ് റിലേറ്റ് ചെയ്ത് ഇവിടെ DTFT യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ DTFT നിന്നും ആ റിലേഷനിൽ നിന്ന് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9A എന്നുള്ള ക്വസ്റ്റ്യന് യൂസിങ് Z ട്രാൻസ്ഫോം ഡിറ്റർമൈൻ ദ ഔട്ട്പുട്ട് ഓഫ് എൻ LTI സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് h of n ഫോർ ദ ഇൻപുട്ട് x of n. ഇവിടെ എന്താണ് Z ട്രാൻസ്ഫോം യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അവിടെയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്, ഔട്ട്പുട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഗിവൺ എന്തൊക്കെയാണ്, x of n ഉം h of n ഉം ആണ്. അപ്പോൾ അതും ആ സെയിം റിലേഷൻ ആയിരിക്കും. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും, Z ട്രാൻസ്ഫോം ആണെന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും സെയിം പ്രൊസീജിയറാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള നമ്മൾ സിഗ്നൽസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ
ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവല്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ കൺവല്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ മോഡ്യൂൾ 1-ലാണെങ്കിൽ ഡയറക്റ്റ് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് കൺവല്യൂഷൻ ഇന്റഗ്രൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ, ലീനിയർ കൺവല്യൂഷൻ ചോദിക്കാം, അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം. മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടുള്ള കൺവല്യൂഷൻ പ്രോപ്പർട്ടി ചോദിക്കാം, അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ചോദിക്കാം. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് DTFT യൂസ് ചെയ്ത് ചോദിക്കാം. അതുപോലെ ലാസ്റ്റ് മോഡ്യൂൾ വരുമ്പോഴത്തേക്ക് Z ട്രാൻസ്ഫോം യൂസ് ചെയ്തും അതിന്റെ റിലേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് മെയിൻലി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. നമ്മളിപ്പം CTയുടെ കേസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ, DTയുടെ കേസിൽ Z ട്രാൻസ്ഫോം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോം എടുക്കുന്നേ ഉള്ളൂ. ആ പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. ഇതിന്റെ കേസിൽ y(t) = x(t) കൺവല്യൂഷൻ h(t)യും, DTയുടെ കേസിൽ y(n) = x(n) കൺവല്യൂഷൻ h(n) ആണ്. അത് ഏത് ട്രാൻസ്ഫോം ആണോ ചോദിക്കുന്നത് അതനുസരിച്ചിട്ട് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയിൽ എന്താവും, ടൈം ഡൊമെയിൻ ബിക്കംസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ ആവും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഏതെങ്കിലും 2 ടേംസ് തരും, മൂന്നാമത്തെ ടേംസ് ആണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഒന്നെങ്കിൽ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് എക്സാംസിൽ ചോദിക്കുന്നത്. ഞാൻ ആ May 2019 ക്വസ്റ്റ്യൻ സാമ്പിളായിട്ട് എടുത്തതാണ്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും എല്ലാ മോഡ്യൂളിനും എന്ത് ചോദിച്ചിട്ടുണ്ട്, ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു സാമ്പിൾ ക്വസ്റ്റ്യനുള്ളിൽ വേറെ ക്വസ്റ്റ്യൻസ് എടുത്താലും ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഈ പല ട്രാൻസ്ഫോംസിൽ നിന്ന് കൺവല്യൂഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ പഠിക്കാം. നല്ലൊരു മാർക്ക് നമുക്ക് കൺവല്യൂഷനുള്ള ടോപ്പിക്കിൽ നിന്ന് കിട്ടും. ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ അല്ല. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ കുറേ വീഡിയോസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആണ്. കൺവല്യൂഷൻ ഇൻ്റഗ്രൽ, ഗ്രാഫിക്കൽ മെത്തേഡ്, അത് എപ്പോഴും essay ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലം ആണ്. അതുപോലെ ലീനിയർ കൺവല്യൂഷൻ, ഗ്രാഫിക്കൽ മെത്തേഡ്, മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ മെട്രിക്സ് മെത്തേഡിൻ്റെ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളിപ്പം സോൾവ് ചെയ്യും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഓരോ മോഡ്യൂൾസിലും മെത്തേഡ് സെയിം തന്നെ, ഓരോ ട്രാൻസ്ഫോംസിൻ്റെ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റിലേഷൻസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഈ ഒരു പാർട്ടിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ കൺവല്യൂഷൻ എന്നുള്ള ടേമും ഔട്ട്പുട്ട് എന്നുള്ള ടേമും റെസ്പോൺസ് എന്നുള്ള ടേമും ഇപ്പോൾ y(t) അല്ലെങ്കിൽ y(n) ഇതെല്ലാം എന്താണ്, സെയിം ആണ്. ഇത് CTയുടെ കേസിൽ, ഇത് DTയുടെ കേസാണെന്നേ ഉള്ളൂ. മിക്കപ്പോഴും ഇതുപോലെ ഔട്ട്പുട്ട് റെസ്പോൺസ് ആയിരിക്കും പറയുന്നത്, കൺവല്യൂഷൻ പറയത്തില്ല. അപ്പോൾ അത് ഓർത്തോണം, കൺവല്യൂഷൻ ആണെന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ഈ കൺവല്യൂഷൻ ഉള്ള ടോപ്പിക്ക് ഏത് മോഡ്യൂൾ വേണമെങ്കിലും ചോദിക്കാം. അത് ഒരു വിത്ത് ആൻ എക്സാമ്പിൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ അതിൻ്റെ റിലേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ആണ്. അതുപോലെ കൺവല്യൂഷൻ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ KTU ജൂലൈ 2017 കൺവല്യൂഷൻ ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. ഇത് ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിച്ചതാണ്. അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനകത്ത് h1(n) തന്നിട്ടുണ്ട്, h2(n) തന്നിട്ടുണ്ട്, h3(n) തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഓവറോൾ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇതിൻ്റെ ഓവറോൾ ഇമ്പൾസ് റെസ്പോൺസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് 6 മാർക്സ് ചോദിച്ചതാണ് ജൂലൈ 2017. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ കണക്ഷൻ ഓഫ് സിസ്റ്റം ആണ്. ഇതെന്ന് വെച്ചാൽ 2 കൂടെ സം ഫോം ആണ്. ഇതെന്ന് വെച്ചാൽ അതിനെ കാസ്കേഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് സിസ്റ്റത്തിനെ കണക്ട് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ h1(n) h2(n) എന്ന് വെച്ചാൽ പാരലൽ കണക്ഷനാണ്. h1(n) h2(n) എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷനാണ്. പാരലൽ മീൻസ് നമുക്ക് എന്ത് ചെയ്യാം, സം ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് ഒറ്റ ബ്ലോക്കായിട്ട് എഴുതാൻ പറ്റും. h1(n) പ്ലസ് h2(n) ഒറ്റ ബ്ലോക്കായിട്ട് എഴുതാൻ പറ്റും. അത് പാരലൽ കണക്ഷനാണ്. നമ്മളിപ്പോൾ റെസിസ്റ്ററൊക്കെ സീരീസ് പാരലൽ കണക്ട് ചെയ്തില്ല, അതുപോലെ സിസ്റ്റത്തിന് പാരലൽ കണക്ഷനാണ്. പാരലൽ മീൻസ് ഇവിടെ സം കൊടുത്തിട്ടുണ്ട്, പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് h1(n) പ്ലസ് h2(n) നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനാണെങ്കിൽ ഒരു h3(n) എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് നമ്മൾ കാസ്കേഡ് കണക്ഷൻ എന്ന് പറയും. കാസ്കേഡ് കണക്ഷൻ, ഒന്നിൻ്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്യുന്ന നമ്മൾ കാസ്കേഡ് കണക്ഷൻ. നമ്മൾ കാസ്കേഡ് ആംപ്ലിഫയർ അങ്ങനത്തെ ആംപ്ലിഫയേഴ്സ് ഒക്കെ പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് ഒന്നിൻ്റെ ഔട്ട്പുട്ട് മറ്റേ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാസ്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മളെ കൺവല്യൂഷൻ്റെ ഒരു യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. സിസ്റ്റം 1 എന്ന് കൊടുത്തു. ഇതെന്ന് വെച്ചാൽ സെക്കൻഡ് സിസ്റ്റമാണ്, സിസ്റ്റം 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ കാസ്കേഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓവറോൾ ഇങ്ങനെ ഒരു സിംഗിൾ ബ്ലോക്കായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, h1(n) പ്ലസ് h2(n) ആണ്.
എന്താണ് നമ്മളുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിനാണെങ്കിൽ ഇത് ഒറ്റ ബ്ലോക്ക് ആക്കാൻ വേണ്ടി നമ്മൾ കൺവല്യൂഷൻ ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ സിംഗിൾ ബ്ലോക്ക് ആയിട്ട് എങ്ങനെ എഴുതാം? H1 of n plus H2 of n കൺവല്യൂഷൻ H3 of n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സിംഗിൾ ബ്ലോക്ക് ആയിട്ട്. ഇവിടാണ് മെയിൻലി കൺവല്യൂഷൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇപ്പോൾ രണ്ട് സിസ്റ്റംസ് കാസ്കേഡ് ആയിട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഇപ്പോൾ ഇവിടെ H1 of n plus H2 of n ആണ്. ഇറ്റ് ഈസ് കാസ്കേഡഡ് വിത്ത് H3 of n ആണ്. അപ്പോൾ നമ്മളിവിടെ സിംഗിൾ ബ്ലോക്ക് ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് H1 of n plus H2 of n കൺവല്യൂഷൻ H3 of n എഴുതി ഇവിടെ നമുക്ക് സിംഗിൾ സിസ്റ്റം ഓക്കെ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായി? ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ടുള്ള ഒറ്റ സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനത്തുള്ള ഇന്റർ കണക്ഷൻ സിസ്റ്റത്തിന് നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇങ്ങനെ സിംഗിൾ സിസ്റ്റമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് H1 of n, അതായത് ഫസ്റ്റ് സിസ്റ്റത്തിന് ഇമ്പൾസ് റെസ്പോൺസ് വന്നിട്ടുണ്ട്. H1 of n ഇറ്റ് ഈസ് ഈക്വൽ ടു U of n ആണ്. അതുപോലെ സെക്കൻഡ് H2 of n, സെക്കൻഡ് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഗിവൺ ആണ് U of n plus 2 മൈനസ് U of n ആണ്. അതുപോലെ തേർഡ് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് H3 of n ഈക്വൽസ് ഡെൽറ്റ n മൈനസ് 2 ആണ്. ഇത്രയും ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഈ ഓവറോൾ സിസ്റ്റം, ഈ പാരലൽ കാസ്കേഡ് കണക്ഷൻ്റെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ H of n ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? H of n എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു H1 of n പ്ലസ് H2 of n കൺവല്യൂഷൻ H3 of n ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് H1 of n വാല്യൂ എഴുതുകയാണ്. എന്താണ്? U of n ആണ്. പ്ലസ് H2 of n വാല്യൂ എന്താണ്? U of n plus 2 മൈനസ് U of n ആണ്. ഇനി എന്താണ്? അതിന് കൺവോൾ വിത്ത് H3 of n. H3 of n വാല്യൂ ഡെൽറ്റ n മൈനസ് 2 ആണ്. ഞാൻ ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? H1 of n വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, H2 of n വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, H3 of n വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ U of n, ഇവിടെ മൈനസ് U of n ആണ്. അത് രണ്ടും എന്ത് ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് എന്ത് വരും? U of n plus 2 കൺവല്യൂഷൻ ഡെൽറ്റ n മൈനസ് 2 എന്ന് വരും. ഇതിപ്പം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ്, അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സിഗ്നൽ ഷിഫ്റ്റഡ് ഡെൽറ്റ ആയിട്ട് നമ്മൾ കൺവോൾവ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു U of n plus 2 മൈനസ് 2 എന്ന് വരും. ഓക്കെ, ഇവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എങ്ങനെ വരും? U of n plus 2 മൈനസ് 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു U of n വരും. ഇതാണ് അതിൻ്റെ ആൻസർ. നമ്മളുടെ ഓവറോൾ സിസ്റ്റം H of n-ൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ U of n ആയിരിക്കും. ഈസി ആയിട്ട് 6 മാർക്സ് കുറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഈ സിസ്റ്റത്തിൻ്റെ ഇന്റർ കണക്ഷൻ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടെണ്ണം പാരലാണ്, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് കാസ്കേഡ് ആണ്. അപ്പോൾ അവിടെ കൺവല്യൂഷൻ ഓപ്പറേഷൻ വരും. ഇങ്ങനെ സിംഗിൾ ലോക്ക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെൽറ്റ ഷിഫ്റ്റഡിനെ കൊണ്ട് നമ്മൾ കൺവോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? U of n plus 2 മൈനസ് 2 എന്ന് വരും. അപ്പോൾ ഇവിടെ U of n വരും. ഓക്കെ, ഇനി സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് KTU മെയ് 2017 5 മാർക്സ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് സീക്വൻസ് ഓഫ് ആൻ LTI സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് H of n ടു ആൻ ഇൻപുട്ട് X of n? ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് സീക്വൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ H of n-ഉം X of n തന്നതുകൊണ്ട് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണ്. സോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Y of n ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഔട്ട്പുട്ട് സീക്വൻസ് മീൻസ് Y of n ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് H of n തന്നിട്ടുണ്ട്, X of n തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Y of n ആണ്. ഇത് മൂന്നും റിലേഷൻ എന്താണ്? നമ്മളുടെ കൺവല്യൂഷൻ റിലേഷൻ ആണ്. മൂന്നും റിലേഷൻ കൺവല്യൂഷൻ റിലേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് മെട്രിക്സ് മെത്തേഡ്, ഇപ്പോൾ ഇന്ന മെത്തേഡൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് മെത്തേഡാണ്. അതുമല്ല ഇത് മോഡ്യൂൾ 1-ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ മോഡ്യൂൾ 1-ൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രാൻസ്ഫോംസ് യൂസ് ചെയ്ത് ലേറ്റർ മോഡ്യൂൾസിലാണ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി മോഡ്യൂൾ 1-ൽ നിന്ന് ചോദിക്കുന്നത് നമ്മൾ ആ മെട്രിക്സ് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നതിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കേസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ, നോർമലി മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഔട്ട്പുട്ട് Y of n ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പം മെട്രിക്സ് മെത്തേഡ് ആണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന സീക്വൻസസ് എഴുതുക. ഒന്ന് നമുക്ക് X of n തന്നിട്ടുണ്ട്, അതിൻ്റെ സീക്വൻസ് 1 2 3 3 ആണ്. അതുപോലെ H of n സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 3 2 ആണ്. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Y of n ആണ്. അപ്പോൾ ഇതിൻ്റെ ലെന്ത് നോക്കുക, എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് X of n-ൻ്റെ ലെന്തിന് നമ്മൾ L വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, Y of n-ൻ്റെ ലെന്തിന് നമ്മൾ M വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. രണ്ട് ആൽഫബറ്റ് തന്നേ ഉള്ളൂ. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത്, ലെന്ത് മീൻസ്
എത്ര എലമെന്റ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് എണ്ണം നോക്കുക, 1 2 3 4. ഇപ്പോൾ എൽ എന്ന് വെച്ചാൽ 4 ആണ്. എം മീൻസ് സെക്കൻഡ് സീക്വൻസിന്റെ ലെന്ത്, ഇവിടെ 2 ആണ്. അപ്പം നമുക്ക് ഇതുപോലെ വൈ ഓഫ് എന്നും എങ്ങനെയാണ് ഒരു സീക്വൻസ് ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്, അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട്. എൽ പ്ലസ് എം മൈനസ് 1 എലമെന്റ്സ് കാണും ഇൻ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ. ഇവിടെ നമുക്ക് എൽ അറിയാം 4 ആണെന്നറിയാം, എമ്മിന്റെ വാല്യൂ 2 ആണെന്നറിയാം, -1 കൊടുക്കുക. അപ്പോൾ എത്ര ആയും വരും 5 എലമെന്റ്സ്. ഈ ഔട്ട്പുട്ടിൽ നമുക്ക് 5 എലമെന്റ്സ് കാണും. ഓക്കെ, ഇതുപോലെ 5 എലമെന്റ്സ് കാണും. ഇനി എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്, ഇപ്പൊ ഈ ക്വസ്റ്റിനകത്ത് സീക്വൻസിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ നോർമലി തരുന്നത് ഇങ്ങനെ ഒരു ആരോ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ഓഫ് 0 അല്ലെങ്കിൽ എച്ച് ഓഫ് 0 എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആരോ ഇട്ടിരിക്കും. ഇതിന്റെ കേസിൽ ആരോ ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് തന്നെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് നമ്മളങ്ങ് അസ്യൂം ചെയ്യും. ഇപ്പം എക്സ് ഓഫ് എന്നിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് എലമെന്റ് ഇതാണ്, എച്ച് ഓഫ് എന്റെയും ഫസ്റ്റ് എലമെന്റ് ഇതാണ്. ഇതെന്താണ് ഇതിന്റെ കേസിൽ, ദിസ് ഈസ് എക്സ് ഓഫ് 0, ദിസ് ഈസ് എച്ച് ഓഫ് 0. അപ്പോൾ അത് ഇവിടുത്തെ രണ്ടിന്റെയും കൂടെ പൊസിഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇവിടുത്തെ ഔട്ട്പുട്ടിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ 0 ആണ്, ഇവിടെയും 0 ആണ്. സോ 0 + 0 0. ഔട്ട്പുട്ട് എന്തായിരിക്കും, വൈ ഓഫ് 0 ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, ഈ എലമെന്റ്സും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്തത്, ഇങ്ങനത്തുള്ള സീക്വൻസ് വരുമ്പോഴത്തേക്ക് സീക്വൻസ് എടുത്ത് എഴുതുക, അതിന്റെ ലെന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഓരോ സീക്വൻസിന്റെയും ഔട്ട്പുട്ടിന്റെ ലെന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 5 എന്നുള്ള കിട്ടി. പിന്നെ എന്ത് വേണം, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന 2 സീക്വൻസ് ഉണ്ടല്ലോ അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കും. ഇതിന്റെ കേസിൽ ആരോ ഒന്നും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഈ 1ഉം 3ഉം ആണ് ഓരോന്നിന്റെയും സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കും. അപ്പം അതിന്റെ പൊസിഷൻസ് 0 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ടിലെ വൈ ഓഫ് 0 എന്നായിരിക്കും, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും, അതും 0 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് വേണം, ഈ വൈ ഓഫ് 0, വൈ ഓഫ് 1, വൈ ഓഫ് 2 അപ് ടു 5 വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. മൊത്തം 5 എലമെന്റ്സ് ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ഇവിടെ 5 എലമെന്റ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് മെട്രിക്സ് മെത്തേഡിൽ എളുപ്പമാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു സീക്വൻസിനെ റോയും കോളവും ആയിട്ട് എഴുതുക. ഏതെങ്കിലും ഒരു സീക്വൻസിനെ റോയും കോളവും ആയിട്ട് എഴുതുക. അപ്പം ഞാൻ ഇൻപുട്ടിനെ ഇങ്ങനെ എഴുതുകയാണ് 1 2 3 3 എന്ന്. അതുപോലെ എച്ച് ഓഫ് എന്നെ കോളമായിട്ട് എഴുതുകയാണ് 3 2. നെക്സ്റ്റ് ഈ ഓരോ എലമെന്റിനെയും ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ എന്ത് 3 വരും, ഇവിടെ 6 വരും, 9 9 വരും. ഈ 3നെ ഓരോ എലമെന്റിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 3 9. അതുപോലെ 2നെ ഓരോ എലമെന്റ്സിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2, ഇവിടെ 4, ഇവിടെ 6, അഗെയിൻ 6 വരും. ഓക്കെ, ഇനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡയഗണലായിട്ട് എലമെന്റ്സ് ഇങ്ങനെ കോളം വരയ്ക്കും. ഓക്കെ, എലമെന്റ്സ് ഡ്രോ ചെയ്യും, ലൈൻ വരയ്ക്കും. എന്നിട്ട് ഈ എലമെന്റ്സ് ഓരോ കോളത്തിലും വരുന്ന എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാത്രമേ ഉള്ളൂ. അപ്പം വൈ ഓഫ് 0 എന്ന് വെച്ചാൽ 3 ആയിരിക്കും. ഇനി അടുത്ത വൈ ഓഫ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ 2 + 6 8 ആയിരിക്കും. ഇനി വൈ ഓഫ് 2 എന്ന് വെച്ചാൽ എന്തായിരിക്കും, 4 + 9 13 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൈ ഓഫ് 3 എന്ന് വെച്ചാൽ എന്തായിരിക്കും, 6 + 9 15 ആയിരിക്കും. ലാസ്റ്റ് വൈ ഓഫ് 4 എന്തായിരിക്കും, 6 ആയിരിക്കും. നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു 5 എലമെന്റ്സ് ആയിരുന്നു വരേണ്ടത്. ഇപ്പം 1 2 3 4 5 എലമെന്റ്സ് വന്നില്ലേ, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 3 ആയിരിക്കും, ആരോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എളുപ്പമാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനും പിന്നെ ഈ ഫസ്റ്റ് എലമെന്റിന്റെ സ്റ്റാർട്ടിങ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ ഏതെങ്കിലും ഒരു എലമെന്റിനെ ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ റോ ആയിട്ടും കോളമായിട്ടും എഴുതുക. അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് ഓരോന്നിനകത്ത് വരുന്നതിന് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, 5 മാർക്സിന് ATU May 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കേസിൽ ഫൈൻഡ് ദ കൺവല്യൂഷൻ ഓഫ് ദ സീക്വൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് 6 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് കൺവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. കൺവല്യൂഷൻ ലാസ്റ്റ് ക്വസ്റ്റിനകത്ത് അതിന് പകരം ഔട്ട്പുട്ട് സീക്വൻസ് ആണ് തന്നിരുന്നത്. ഇവിടെ കൺവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ മെത്തേഡും പറയുന്നുണ്ട്, മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. മെട്രിക്സ് മെത്തേഡ് ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ ഫസ്റ്റ് സീക്വൻസിന്റെ ലെന്ത് ഞാൻ L ആയിട്ട് എടുത്തു. എത്രയാണ് ലെന്ത് എന്ന് പറയുന്നത് 4 ആണ്. സെക്കൻഡ് സീക്വൻസിന്റെ ലെന്ത് M ആയിട്ട് എടുത്തു. അവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് 3 ആണ്. അപ്പം നമ്മളുടെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, എത്ര എലമെന്റ്സ് കാണും, L + M - 1, ദാറ്റ് ഈസ് 4 + 3 - 1, 6 എലമെന്റ്സ് കാണും. ഓക്കെ, ഇതിന്റെ കേസിൽ 6 എലമെന്റ്സ് കാണും ഔട്ട്പുട്ടിൽ. ഇനി ഇതിന്റെ സ്റ്റാർട്ടിംഗ് എലമെന്റ്സ് നോക്കണം.
അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് സീക്വൻസ് വന്നിരിക്കുന്നത് 1 -2 3 1 ആണ്. അതിനകത്ത് ആരോ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആണ്. അതുപോലെ സെക്കൻഡ് സീക്വൻസിൻ്റെ കേസിൽ എന്താണ് 2 -3 -2 അതിന് സ്റ്റാർട്ടിങ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് 0th പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് -1 ആണ്. ഇതാണ് 0th പൊസിഷൻ, ഇത് -1 ആണ്. അപ്പോൾ ഔട്ട്പുട്ടിലെ ലെന്ത് നമുക്ക് മനസ്സിലായി 6 ഉണ്ടെന്ന് മനസ്സിലായി. ഇനി സ്റ്റാർട്ടിങ് എലമെന്റ് കണ്ടുപിടിക്കണം അല്ലേ, സ്റ്റാർട്ടിങ് പൊസിഷൻ കണ്ടുപിടിക്കണം. സ്റ്റാർട്ടിങ് പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ -1 പ്ലസ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ -1. അപ്പോൾ എന്തായിരിക്കും -2ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ 6 എലമെന്റ്സ് കാണും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് -2ലായിരിക്കും. ഈ സീക്വൻസ് ഇതാണ് സ്റ്റാർട്ടിങ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് -1 ആണ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് -1 ആണ്. രണ്ടും പൊസിഷൻ കൂടെ ആഡ് ചെയ്യുക. അതായിരിക്കും ഔട്ട്പുട്ടിൻ്റെ എന്തെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ മെട്രിക്സ് ആക്കുക. ഒന്ന് റോയും ഒന്ന് കോളം ആക്കുക. ഞാനിപ്പോൾ ഒരു എലമെന്റ് ഒരു സീക്വൻസ് 2 -3 -2 കോളം ആയിട്ടും സെക്കൻഡ് സീക്വൻസ് 1 -2 3 1 റോയും ആയിട്ട് എഴുതി. നിങ്ങൾക്ക് തിരിച്ചു എഴുതാം, വിഷയമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ 2വിനെ ഓരോ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 -4 6 2 എന്ന് കിട്ടും. -3നെ ഓരോ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് -3 6 -9 -3 എന്ന് കിട്ടും. -2നെ ഓരോ എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് -2 4 -6 -2 എന്ന് കിട്ടും. ഇനി നമ്മൾ ലൈൻസ് ഇങ്ങനെ വരയ്ക്കണം. ഈ ഒരു ഫോർമാറ്റിൽ ലൈൻസ് ഡ്രോ ചെയ്യുക. ഇനി ആ ഓരോന്നിനകത്ത് വരുന്ന എലമെന്റ്സ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ കൺവല്യൂഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഒരു മെട്രിക്സ് ഫോമിലായിരിക്കും. അതിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് വെച്ചാൽ ഈ 2 ആയിരിക്കും. സെക്കൻഡ് എലമെന്റ് എന്ന് വെച്ചാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. -3 പ്ലസ് -4 എന്ന് പറയുമ്പോൾ -7 വരും. നെക്സ്റ്റ് -2 പ്ലസ് 6 പ്ലസ് 6 എന്ന് പറയുമ്പോഴത്തേക്ക് 10 വരും. അടുത്തത് 4 പ്ലസ് -9 പ്ലസ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് -3 വരും. നെക്സ്റ്റ് -6 പ്ലസ് -3 എന്ന് പറയുമ്പോഴത്തേക്ക് -9 വരും. ലാസ്റ്റ് -2 വരും. അങ്ങനെ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇതിന്റെ കേസിൽ 6 എലമെന്റ്സ് ഉണ്ട്. നമ്മളതാണ് ഫസ്റ്റ് L+n-1 6 എലമെന്റ്സ് എന്ന് പറഞ്ഞത്. ടോട്ടൽ 6 എലമെന്റ്സ് ഉണ്ട്. ഇനി ഇതിന്റെ സ്റ്റാർട്ടിങ് എലമെന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. -2 ആണ് സ്റ്റാർട്ടിങ് എലമെന്റ്. അപ്പോൾ ഇതിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇത് -2 പൊസിഷൻ ആയിരിക്കും, ഇത് -1 ആയിരിക്കും, ഇത് 0 1 2 3. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യണം, ഈ 0 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇതാണ് ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിപ്പം ഡിസംബർ 2018 6 മാർക്സിന് ചോദിച്ചതാണ്. എളുപ്പമാണ്. ഫസ്റ്റ് ക്വസ്റ്റിനകത്താണെങ്കിൽ കൺവല്യൂഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ രണ്ടിൻ്റെയും സ്റ്റാർട്ടിങ് 0 ആയിരുന്നു. അപ്പം ഔട്ട്പുട്ടിന്റെ സ്റ്റാർട്ടിങ് 0 ആയിരിക്കും. സെക്കൻഡ് കേസ് വരുമ്പോഴത്തേക്ക് രണ്ടിനും സ്റ്റാർട്ടിങ് ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഔട്ട്പുട്ടിന്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ടിങ് പ്ലസ് ഇതിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. സോ ഇവിടെ -2 ആണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സീക്വൻസിന്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ L+n-1 ആണ്, 6 ആണ്. അതിനുശേഷം ഇതുപോലെ ഒരു മെട്രിക്സ് ഫോം ചെയ്യുക. റോയും കോളോ ആയിട്ട് എഴുതുക. റോയും കോളോ എങ്ങനെ വേണമെങ്കിലും സീക്വൻസിന് എടുക്കാം. ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ടേംസിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതുക. അതിനുശേഷം ഈ പൊസിഷൻസും കൂടെ മാർക്ക് ചെയ്യണം, ഏതാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് കൺവല്യൂഷന്റെ പ്രോബ്ലംസ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. എല്ലാ മോഡ്യൂൾസിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ആണ്. കൺവല്യൂഷൻ എന്നുള്ള പ്ലേലിസ്റ്റിൽ വീഡിയോസ് അപ്ലോഡ് ആണ്. അത് വാച്ച് ചെയ്യുക. നല്ലൊരു മാർക്ക് നമുക്ക് കൺവല്യൂഷൻ ടോപ്പിക്കിൽ നിന്ന് എക്സാമിന് സ്കോർ ചെയ്യാം. പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. ബിടെക് MEDC.